ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് ചെടികൾ ഞാൻ റീപോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് നമ്മുടെ കലേഡിയം കുക്കുലേറ്റയുടെ ഒരു കിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയ പോട്ടിലേക്ക് മാറ്റി വെച്ചു. അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മോൺസ്റ്റേറ പ്ലാന്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ റീപോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അല്ലാതെ തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മുടെ പോത്തോസ്, അതുപോലെ പോത്തോസിൻ്റെ ഒരു പുതിയ നമുക്ക് അധികം പരിചയമില്ലാത്ത ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. അത് നല്ല ഒരു കുഞ്ഞു കുട്ടിയെ നോക്കുന്നത് പോലെ ഇതാണ് കേട്ടോ. നോക്കിയാൽ ഇത് ഇത്രയെങ്കിലും ഇലകൾ കിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ വെറും 3 ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഞാൻ സൂക്ഷിച്ച് വളർത്തിയതുകൊണ്ടാണ് ഇതിനെ എനിക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയത് കേട്ടോ. പെട്ടെന്നൊന്നും ഇത് അത്ര നഴ്സറികളിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യഘട്ടം നോക്കാം. നമ്മൾ കോക്കോ പീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ബ്രിക്സാണ് കിട്ടുന്നതെങ്കിൽ വെള്ളം ഒഴിച്ച് 2 വെള്ളം നന്നായിട്ട് കഴുകി കോക്കോ പീറ്റിനെ വെയിലത്ത് ചാക്കോ പേപ്പറോ വിരിച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷമേ ഇൻഡോർ പ്ലാന്റ്സ് ആയിരുന്നാലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയിരുന്നാലും ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ ഒരുപാടൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മുടെ ഉണക്ക ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കമ്പോസ്റ്റും, അതുപോലെ തന്നെ ഇതാണ് മെയിനായിട്ടുള്ളത്. തേയിലപ്പൊടി ഉപയോഗിച്ച തേയിലപ്പൊടി ഉണക്കിയതും പിന്നെ ഉപയോഗിക്കാത്ത തേയിലപ്പൊടി 2 സ്പൂണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സിന് നല്ല ശക്തമായിട്ട് വളരാനും ഇലകളൊക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ ഇത് ഉപയോഗിക്കും കേട്ടോ. ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ കൂട്ടുകാർക്ക് ഞാൻ പരിചയപ്പെടുത്താറുള്ളത്. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം നല്ല ശക്തമായിട്ട് വളരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇടുന്ന ചായയുടെ തേയിലപ്പൊടി ഞാൻ ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ഉണക്കി ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിരുന്നിട്ട് എൻ്റെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ നടുമ്പോൾ ഇങ്ങനെയാണ്. ഈ രീതിയിലാണ് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ പോട്ടിംഗ് മിക്സ് ഇൻഡോർ പ്ലാന്റ്സ് തയ്യാറാക്കുമ്പോൾ ഈ കട്ടകളൊക്കെ ഉണ്ടല്ലോ, കല്ലിൻ്റെ കട്ടകളൊക്കെ അതൊക്കെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമ്പോൾ വേര് നന്നായിട്ട് ഓടും കേട്ടോ. അതുപോലെ ഫംഗിസൈഡായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എപ്പോഴും കൂട്ടുകാരത്ത് പറയുന്നതാണ് മഞ്ഞൾപ്പൊടി. അതുപോലെ 2 ആഴ്ച ഞാൻ കൂടുമ്പോഴൊക്കെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് ചെടിക്ക് നന്നായിട്ട് വേരോട്ടം കിട്ടാനും മണ്ണിൽ നിന്നുണ്ടാകുന്ന അണുക്കളുടെ എല്ലാ ബുദ്ധിമുട്ടും ചെടിയിൽ നിന്ന് മാറാൻ വേണ്ടിയും ഉപയോഗിക്കുന്ന കേട്ടോ. അപ്പോൾ ഈ ചെടിക്ക് ഞാൻ കുറച്ചും കൂടെ വലിയൊരു പോട്ടിലേക്ക് മാറ്റിയാണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം വളരാനുള്ളത് ആ ഒരു ചെറിയ ചട്ടിയിൽ നിന്ന് തന്നെ വളർച്ച കിട്ടിയിട്ടുണ്ട്. ഇത് അത്രയും സെൻസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് അതിനങ്ങനെ നല്ല ഇതിന് കണക്കാക്കിയാണ് ഈ തേയിലപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇതേ പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ചെടികൾക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കലേഡിയം കുക്കുലേറ്റ പ്ലാന്റ്സ്. ഇത് തറയിൽ വെക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ട് തന്നെ വലിയ ഇലകളോടുകൂടി നല്ല ഗ്ലേസിങ് ആയിട്ട് വളരും. പക്ഷേ എനിക്കിവിടെ അതിനുള്ള സ്ഥലം കുറവായതുകൊണ്ട് ഞാനൊരു വലിയ പോട്ടിലേക്കാണ് ഇതിനെ ഡയറക്റ്റ് മാറ്റിയത്. അത്രയും ശക്തമായിട്ട് നല്ല ഭംഗിയായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയതാണ് എൻ്റെ ഗാർഡനിലേക്ക് ഇത് ഉൾപ്പെടുത്തണമെന്ന്. അത് കഴിഞ്ഞ് മോൺസ്റ്റേറ പ്ലാന്റിൻ്റെ സ്റ്റിക്ക് വേണം കേട്ടോ. എങ്കിലേ നന്നായിട്ട് അതിലേക്ക് പിടിച്ച് കുറച്ചും കൂടെ വലിയ ഇലകളായിട്ട് വളരുള്ളൂ. ഞാൻ അങ്ങനെ 2-3 സ്റ്റിക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കയറിലും അല്ലാതെ അത് ചകിരി വെച്ചും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ ചാനൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ കയറിലോ അല്ലെങ്കിൽ ചകിരിയിലോ ചെയ്ത് നമ്മൾ ഈ പടർന്ന് വരുന്ന ചെടികളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾക്ക് വലിപ്പം വെക്കുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തിരി സമയമെടുത്തിരുന്നാലും ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ചകിരി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറ് വാങ്ങിക്കുന്നത്. ഒരു കെട്ട് കയറിന് 20 രൂപയാണ്. അങ്ങനെ 1.5 കെട്ട് കയർ ഉപയോഗിച്ചാണ് ഞാനിത് ഈ സ്റ്റിക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മോൺസ്റ്റേറ പ്ലാന്റ് പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾക്ക് കുറച്ചും കൂടെ വലിപ്പം വയ്ക്കും. അത് കഴിഞ്ഞാണ് നമ്മുടെ
ജെയ്ഡ് പോത്തോസ് എനിക്ക് പോത്തോസിലെ എൻജോയ് പോത്തോസ് കഴിഞ്ഞാൽ ജെയ്ഡ് പോത്തോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് പെട്ടെന്നൊരു ടൈം വന്ന് വളരാതെ അങ്ങനെ കരണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു പൊടിക്കൈ പോലെ തേങ്ങാ വെള്ളം 2 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അത് അതിൻ്റെ രണ്ടിരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഞാനൊരു ഒരാഴ്ചയിൽ 2 ദിവസം എന്നുള്ള രീതിയിൽ അത് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് ഒരുപാട് ബ്രാഞ്ചസുകൾ അങ്ങനെ പൊട്ടി വളർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഗാർഡനിലുള്ള എല്ലാ പോത്തോസ് വെറൈറ്റീസിനും ഞാൻ അങ്ങനെ ചെയ്തു. നല്ല റിസൾട്ടാണ്. ഈ പോത്തോസിൻ്റെ കളക്ഷൻ വീഡിയോ ഞാൻ താമസിക്കാതെ ഇടാൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ, നല്ല രീതിയിൽ എൻ്റെ ഗ്രില്ലിലൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ ഒരു സർക്കിൾ പോലെ ആക്കി, ഒരു ഷേപ്പില്ലാതിരിക്കുന്നുണ്ടല്ലേ, എനിക്ക് ഇതൊരു സർക്കിൾ പോലെ ഫുള്ളും സർക്കിൾ ഫില്ലാവുന്ന രീതിയിൽ ആക്കിയെടുക്കാനാണ് ആഗ്രഹം. ഞാൻ ടാങ്കിൾ ഹാർട്ട് പ്ലാന്റ് ഹാർട്ട് ഷേപ്പിൽ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ, ഷോർട്സ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. വളരെ പഴയതാണ്, 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ളത്. എല്ലാവരും അത് കയറി കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ 2-3 ചെടികൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുന്നൊരു വീഡിയോ ഞാനിടാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഉൾക്കൊണ്ട് അതിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കാം. എനിക്ക് പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്ന എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സഹകരണം അങ്ങറ്റം വരെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത് ഞാൻ സേഫ്റ്റി പിൻ വെച്ചതാണ്. ചെടി നല്ല പുഷ്ടിയായിട്ട് വളർന്നു വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ കട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഈ വള്ളിയായിട്ട് വരുന്നതിന് ഇതിനെ ഇങ്ങനെ മടക്കി സേഫ്റ്റി പിൻ വെച്ച് ഹെയർ പിൻ വെച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.